നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിൻ്റെ ചർച്ച് ബെല്ലുകളെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബെല്ലുകളാണ് മാന്നാർ ക്രാഫ്റ്റിൻ്റെ ചർച്ച് ബെല്ലുകൾ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ചർച്ച് ബെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബെൽ മെറ്റലുകളാണ്. ബെൽ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറും ടിന്നും കൂടെ ചേർന്ന ഒരു മിശ്രിതമാണ്. അതായത് ഏകദേശം ഒരു 10 കിലോ കോപ്പറിന് ഒരു 2.5 കിലോ ടിന്ന്, അതാണ് മിശ്രിതത്തിൻ്റെ ഒരു ചേരുവ. ബെൽ മെറ്റൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല മുഴക്കം കിട്ടുന്നതാണ്. അപ്പോൾ ചർച്ച് ബെല്ലിന് ഏറ്റവും ആവശ്യമുള്ളത് നല്ല മുഴക്കം കിട്ടുക എന്നുള്ളതാണ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സാണ് ഈ ചർച്ച് ബെല്ലുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷനും ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. മാന്നാർ ക്രാഫ്റ്റിൻ്റെ ബെല്ലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് മണികൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഡൈ കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. മാന്നാർ ഉണ്ടാക്കുന്ന മണികൾ എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് വാക്സ് മെത്തേഡ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതായത് മെഴുക് ഉരുക്കി ഉണ്ടാക്കുന്ന മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്ട്രക്ചറിലും ഇപ്പോൾ 2 കിലോ വേണമെങ്കിലും 100 കിലോ വേണമെങ്കിലും 1000 കിലോ വേണമെങ്കിലും ഇല്ലെങ്കിൽ ആ മണിയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു മാർക്കോ ഡിസൈനോ കാര്യങ്ങളോ വേണമെങ്കിലോ ഇല്ലെങ്കിൽ ആ മണിയുടെ സ്ട്രക്ചർ നിങ്ങൾക്കൊന്ന് മാറ്റണമെങ്കിലോ ഇല്ലെങ്കിൽ മേളത്തെ ഹെഡിൻ്റെ ഒരു രീതിയൊക്കെ മാറ്റണമെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിൻ്റെ ഒരു പേരോ കാര്യങ്ങളോ ഇതൊക്കെ എഴുതണമെങ്കിലോ ഒക്കെ കാര്യങ്ങൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചർച്ച് ബെല്ലുകൾ 2 രീതിയിലാണ് നോർമലി ഹാങ് ചെയ്യുന്നത്. ഒന്ന് നോർമലായിട്ട് നമുക്ക് ചെയിനൊക്കെ വെച്ച് ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇല്ലെങ്കിൽ ഓസിലേഷൻ മെത്തേഡാണ്. നമ്മൾ ഓസിലേഷൻ നോർമലി യൂസ് ചെയ്യുന്നത് ബെല്ല് നമുക്ക് അടിക്കുന്ന ഇത്രയും കൂടി ഒരു ഈസിനെസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു മിനിമം ഒരു 100 kg എങ്കിലും ഉള്ള ബെല്ലുകൾക്ക് നമ്മൾ ഓസിലേഷൻ യൂസ് ചെയ്യാറുള്ളൂ. നോർമലി ചർച്ച് ബെല്ലുകളൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഒന്നെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ചിലപ്പോൾ പ്രോപ്പറായിട്ടായിരിക്കത്തില്ല യൂസ് ചെയ്തത്, അല്ല എന്തെങ്കിലും മെറ്റീരിയൽസ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഇല്ലെങ്കിൽ ബെൽ മെറ്റൽ ആകത്തില്ല, ഇല്ലെങ്കിൽ കാസ്റ്റിങ്ങിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണമൊക്കെ ചിലപ്പോൾ ഈ ബെല്ലുകളൊക്കെ പൊട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ബെല്ല് ഒരേ സൈഡിലായിട്ടാണ് അടിക്കുന്നതെങ്കിൽ, കുറേ നാൾ ഒരേ സൈഡിൽ തന്നെയാണ് അടിക്കുന്നതെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിനിൽ ഇപ്പം ഹാങ് ചെയ്യുന്ന ആ ഒരു ചെയിൻ ഇത്രയും ഭയങ്കര ടൈറ്റ് ആയിട്ടാണെങ്കിൽ, അത് ഭയങ്കര ഫിക്സഡ് എന്നുള്ള രീതിയിലാണെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസസുകളൊക്കെ ഉണ്ട്. ബെല്ലിൻ്റെ കാരണമല്ലാതെ നാച്ചുറലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും പൊട്ടാനുള്ള ചാൻസുകളുണ്ട്. മാന്നാർ ക്രാഫ്റ്റിൽ നമ്മുടെ എല്ലാ ബെല്ലുകൾക്കും നമുക്ക് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഉള്ളതാണ്. നമ്മൾ ഈ ചർച്ച് ബെല്ല് എന്ന് പറയുമെങ്കിലും ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കൂടുതൽ ഈ മുഴക്കം വേണ്ടത് ചർച്ചുകൾക്കായതുകൊണ്ടാണ് അങ്ങനെ ചർച്ച് ബെല്ല് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഏത് വെയിറ്റിൽ, അതായത് ഏകദേശം 1 കിലോ 2 കിലോ മുതൽ എന്ത് വെയിറ്റ്, അത് ടണ്ണ് കണക്കിനായിക്കോട്ടെ, 1000 2000 കിലോ ആയിക്കോട്ടെ, നമുക്ക് ഏത് വെയിറ്റിനും ഇപ്പോൾ എന്തെങ്കിലും ഒരു പള്ളിയുടെ പേരോ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പേരോ ഇല്ലെങ്കിൽ ശിവലിംഗം വെച്ചോ ഇല്ലെങ്കിൽ കുരിശ് വെച്ചോ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ലോകത്തിൽ എവിടെയും നമുക്ക് ഡെലിവറി ഉള്ളതാണ്. എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതാണ്. കറൻ്റ്ലി കുറേ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്കിപ്പം ഇല്ലാത്ത സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ഒരു സർട്ടൻ ഒരു ടൈം ബെല്ലിൻ്റെ വലുപ്പം അനുസരിച്ച് 1-2 മന്ത് ഇല്ലെങ്കിൽ ഫ്യൂ വീക്സ് ഒക്കെ ആവശ്യമുള്ളതാണ്. മാന്നാർ ക്രാഫ്റ്റിൻ്റെ എല്ലാ ബെല്ലുകളും നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ബെല്ലുകളെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.